ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ എന്നെ ഈ സുജിത്ത് വിളിച്ചപ്പോൾ, സുജിത്ത് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ക്യാപ്ചറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓണറാണ്. അതേപോലെ തന്നെ നസീർ ഗ്രീൻ ഹാവൻ്റെയും ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു ഇത് എന്ത് സാധനം അവിടെ നിന്ന് വാങ്ങാൻ എളുപ്പമെന്ന്. അപ്പോൾ വാങ്ങാൻ ലാഭമെന്ന് ഞാൻ ചോദിച്ചു. ചൈനയിൽ നിന്ന് ലാഭമുള്ളത്. അപ്പം നല്ല ഒന്നാന്തരം പെട്ടികൾ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞു. യാത്രയ്ക്ക് വേണ്ടതെല്ലാം നല്ല പെട്ടികളല്ലേ, നമുക്ക് നല്ല പെട്ടികൾ എപ്പോഴും ആവശ്യം വരും. അപ്പം ഞാൻ ഒരു തീരുമാനമെടുത്തു. ഒരു വലിയ പെട്ടി ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ, അതായത് ഈ 2 പെട്ടികൾ ഞങ്ങൾക്ക് 30 കിലോ വീതം ഉള്ളത് കൊണ്ടുപോകാം, 30 കിലോ കൊണ്ടുപോകാം. ഈ 2 പെട്ടികൾ ഞങ്ങൾക്ക് അതൊന്നുമില്ല, ആ പാടെ 2 പേർ കൂടെ 20 കിലോ സാധനം അങ്ങനെ കാണുള്ളൂ, തുണിത്തരങ്ങൾ ഇത്തരം ദിവസത്തേക്കുള്ളത്. അപ്പോൾ ഒരു പെട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വിചാരിച്ചു. അങ്ങനെ ഒരു വലിയ പെട്ടി ഞങ്ങൾ അങ്ങ് എടുത്തതിന് ശേഷം അതുകൊണ്ട് പോയിട്ട് ഇനി പിന്നെ വാങ്ങുന്ന പെട്ടി ഉണ്ടല്ലോ ഒരെണ്ണം, അതിൽ ഒരു ചെറിയ പെട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെക്കാം, എന്നിട്ട് മറ്റേത് കൊണ്ടു നടക്കാം എന്ന് വിചാരിച്ചു. ആ രീതിയിൽ തീരുമാനമെടുത്തു. മാത്രമല്ല എന്താ ഈ പെട്ടിയുടെ ആവശ്യം എന്ന് പറയാൻ കാരണം, എനിക്ക് വളരെ വളരെ വില കൂടിയ പെട്ടികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഡെൽസിയുടെയൊക്കെ പെട്ടികൾ. അപ്പോൾ ഈ എയർലൈൻസുകാരെന്ത് ചെയ്യുന്നറിയോ, ഇവന്മാർ നമ്മുടെ ഈ ലഗേജ് ഇവന്മാരെടുത്ത് എറിയും. കാരണം അവർ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല നല്ല പെട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് സഹിക്കത്തില്ല. ഒരു ചെറിയ കുശുമ്പിൻ്റെ എലമെൻ്റ് ഉണ്ടെന്ന് വെച്ചോളൂ, അത് ഭയങ്കരമായിട്ട് എറിഞ്ഞ് ആ പെട്ടി പൊട്ടിക്കും. അവർക്കത് വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എത്രയോ പേരുടെ പെട്ടികൾ അങ്ങനെ പൊട്ടിപ്പോകുന്നു. അങ്ങനെ പൊട്ടിയാൽ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ എമിറേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടി എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ അവർ വേറെ പെട്ടി തരും. അപ്പോൾ എനിക്ക് അങ്ങനെ വളരെ വളരെ വില കൂടിയ പെട്ടികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു 7-8 പെട്ടി പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ കുറേ നാൾ അങ്ങോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളിതങ്ങ് മടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അലൂമിനിയത്തിലുള്ള പെട്ടി ഇവിടുന്ന് വാങ്ങണം. അപ്പോൾ അലൂമിനിയത്തിൻ്റെ പെട്ടി എന്ന് പറഞ്ഞാൽ പല കളർ കിട്ടും, റെഡ് കിട്ടും, അതൊന്നും നമുക്ക് ആവശ്യമില്ല. എനിക്കതിൽ അലൂമിനിയം കളർ തന്നെ ഉണ്ട്, അതും വേണ്ട. ഒരു ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള കളറുണ്ട് ഈ പെട്ടിക്ക്, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്ന് വിചാരിച്ചു ഞാൻ നോക്കി. അപ്പോൾ അത് ആലോചിച്ച് ഞങ്ങളിരുന്നു. അങ്ങനെ AP മാർക്കറ്റിലേക്ക് കയറി. AP മാർക്കറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ അതിവിശാലമായ ഒരു മാർക്കറ്റാണ്. നമുക്കത് നടന്നാലും തീരത്തില്ലത്. മാത്രമല്ല അവിടെ വഴി തെറ്റിപ്പോവും. കാരണം ഒരു മാർക്കറ്റ് പോലെ നമ്മളങ്ങോട്ട് കയറുമ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പം ഒരു ഇടനാഴി വലത്തോട്ട്, അതേപോലെ നേരെ കിടപ്പുണ്ട്, ഇടത്തോട്ടും കിടപ്പുണ്ട്. ഇതിനകത്ത് ഇതൊക്കെ ഇടത്തോട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും വിഭജിച്ച് അടുത്ത ജംഗ്ഷനിൽ നിന്ന് വീണ്ടും പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ അങ്ങ് പോകുന്ന ഒരു കെട്ടിടം അത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 2000 ഏക്കേഴ്സ് എങ്കിലും സ്ഥലം കാണും. ഒറ്റ നില കെട്ടിടമാണ്. നമുക്ക് ഇതൊന്നും കോണിയൊന്നും കയറേണ്ട കാര്യമില്ല. ഇങ്ങനെ നമുക്ക് നടന്ന് പോയി സാധനം ഒക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു തന്നിരുന്നു എൻ്റെ അടുത്ത് കയറിയതിന് മുമ്പ് തന്നെ, നമുക്ക് ഒരു സാധനം ഇപ്പോൾ പെട്ടിയാണല്ലോ വേണ്ടേ, പെട്ടിക്കടകളെന്ന് പറയുന്നത് അങ്ങ് ഇഷ്ടംമാതിരിയുണ്ട്. ഏറ്റവും കൂടുതൽ ബിസിനസ് അവിടെ വ്യാപാരം പെട്ടികൾക്ക് തന്നെയാണ്. ഇത് ലോകത്ത് മുഴുവൻ അറിയാവുന്ന ഒരു സംഭവമാണ് അന്നേരം എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ ചെല്ലുമ്പോഴൊക്കെ വിദേശികളും മുഴുവൻ അവിടെ നിൽക്കുന്നതാണ് ഈ പെട്ടിക്കടകളുടെ അവിടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പെട്ടിക്കട നോക്കിയപ്പോൾ നല്ല പെട്ടികൾ ഇരിക്കുന്നു. എന്നിട്ട് അത് മൈൻഡ് ചെയ്യാതെ ഇച്ചിരി മുമ്പോട്ട് നടന്ന് വീണ്ടും അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ടൊക്കെ പോയി നോക്കിയിട്ട് ഞങ്ങൾ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം എനിക്ക് ഈ അലൂമിനിയത്തിൻ്റെ ഈ പെട്ടി വേണമല്ലോ. അപ്പോൾ ഇത് ക്യാബിൻ ബാഗേജായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെട്ടിയും ലഗേജിലിടുന്ന ഒരു പെട്ടിയും വാങ്ങാനായിട്ട് നോക്കി. അപ്പോൾ ഈ ക്യാബിൻ ബാഗേജായിട്ടിടുന്ന ഒരു പെട്ടി ഒരു കടയിൽ കണ്ട് ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ വില ചോദിക്കുമ്പോൾ എന്താണെന്നറിയോ, ഇവർ ചോദിക്കുന്ന വിലയുടെ നമ്മളിപ്പോൾ അവർ ഒരു 2800 യുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 250 യുവാന് കൂടുതൽ പറയരുത്. 200 ആണ് നല്ലത് പറയണം. നമുക്കൊരു നാണക്കേട് കൊണ്ട് ചിലപ്പോൾ നമ്മൾ 250 കയറി പറഞ്ഞു തന്നിരിക്കും. അത് അവർ തരത്തില്ല, പിന്നെ നമ്മളെ കൊണ്ട് കൂട്ടിക്കും, എന്നിട്ടത് നമുക്ക് തരാൻ ശ്രമിക്കും. വില പറഞ്ഞു പോയാൽ നമ്മൾ വാങ്ങിച്ചേ വെക്കും. ആ രീതിയാണ് അവരത് ചെയ്യും. അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടല്ലോ. അവരെ ഭാഷയിൽ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാകത്തുമില്ല. അവരതിന് ചെയ്യുന്ന ഒരു കുറുക്കുവഴിയുണ്ട്, കാൽക്കുലേറ്റർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ ഇങ്ങനെ 2800 എന്നടിച്ച് കാണിക്കും. അയ്യോ നോ അവരുടനെ നമ്മൾ പാൻ സമ്മതിക്കത്തില്ല. ഇവർ നീട്ടും. നമ്മളെത്ര പറയുന്നതെന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് ഉടനെ നമ്മളൊരു 150 യുവാൻ നമ്മൾ 150 അടിച്ചു കഴിഞ്ഞാൽ
ആ എന്നൊക്കെ പറഞ്ഞ് ആവുന്നൊക്കത്തില്ല എന്നൊക്കെ പറയും, ചീത്തയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ അന്നേരം അവർ ഉടനെ ഇങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും വില പേശുന്നത് എന്തറിയാം, ഒരു 2500 അടിക്കും. നമ്മളുടനെ എന്നിട്ട് നമുക്ക് പറയും ഇത് നമ്മൾ തൊഴുത് നമുക്ക് വേണ്ട, ഈ സാധനം വേണ്ടെന്ന് പറയും. അപ്പോൾ അവർ പറയും, നമ്മൾ വീണ്ടും ഇങ്ങനെ കാണിക്കും, മേലോട്ട് പോയി നമ്മൾ. അപ്പോൾ നമ്മൾ ഈ 150 എന്ന് പറഞ്ഞാൽ 200 ആക്കിയല്ലോ, 200 നമ്മൾ ഒരു 250 അടിക്കും. ഉടനെ അവർ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവസാനം അത് കൊണ്ടുവന്നിട്ട് നേരെ ഒരു 2000 ഒക്കെ ആക്കും. അതും പറ്റത്തില്ല എന്ന് നമ്മൾ പറയാം, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവർ നമ്മൾ ഇറങ്ങിപ്പാൻ നേരത്തെ അവർ വീണ്ടും വിളിച്ചിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ട് നേരെ 1000-ൽ ഇറങ്ങി വരും അത് കേട്ടോ. കാരണം നമ്മൾ വാങ്ങുകയല്ലെന്ന് അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ അടുത്ത് അവർ പറയും അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പ്രൈസ് എന്ന് പറയും ലാസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞുള്ള 200-300 അടിക്കും. അത് അവർക്ക് തരാൻ പറ്റത്തില്ല, കാരണം ആ പെട്ടിക്ക് അതിൽ കൂടുതൽ വിലയുള്ളതാണ്. അങ്ങനെ ആ സ്ത്രീയോട് ഞാൻ ഈ പെട്ടിയുടെ വില പേശിട്ട് 450 യുവാൻ ഇതുപോലെ അടിച്ചു തന്നിട്ട് അവിടെ തന്നില്ല കേട്ടോ. തരാതെ ഞാൻ അവിടെ നിന്ന് നിരാശനായിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് വിളിച്ചൊന്നുമില്ല. കാരണം അവർക്ക് 500 യുവാനിൽ കുറച്ച് ആ സ്ത്രീ തരികയല്ല അത്. അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഇതേ പെട്ടി തന്നെ ഉള്ള ഒരു കടയിൽ അയാൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കണ്ടപ്പോൾ തോന്നി. നേരെ അങ്ങോട്ട് കയറി അതിനകത്ത് കയറിയിട്ട് ഈ പെട്ടി വേണമെന്ന് പറഞ്ഞു. അയാളും ഈ പറഞ്ഞ മാതിരി അയാൾ 2800 ചോദിച്ചില്ല, 1800 അടിച്ചുള്ളൂ ഇതിനകത്ത്. പക്ഷെ അത് പറഞ്ഞുണ്ടല്ലോ, ഞാൻ മറ്റേടത്ത് 450 പറഞ്ഞ ഞാനാ, ഇവിടെ 350 കുറഞ്ഞ് എനിക്ക് വേണ്ട, കൂടുതൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞത് അയാൾ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഫൈനൽ പ്രൈസ് എന്നും പറഞ്ഞ് അയാൾ കാണിച്ച് 500. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വാങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ 350 കൊടുത്ത് എനിക്കറിയാം 450-ന് തരാതിരുന്ന പെട്ടിയല്ലേ, ഞാനിതിന് 400 യുവാൻ അടിച്ചു കൊടുത്ത് 400 യുവാൻ ഇയാൾ മനപ്രയാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പം എന്നും പറഞ്ഞ് തിരിച്ച് വിളിച്ചതിങ്ങി തന്നു ആ പെട്ടി. അപ്പോൾ അയാളെ ഇന്ന് തന്നെ ഇതിൻ്റെ വലിയ പെട്ടിയും കൂടെ ഇതേ വിലയ്ക്ക് അയാൾ തന്നു 400 യുവാൻ. നല്ല ഒന്നാം തന്നെ 2 പെട്ടികൾ വാങ്ങിച്ചു. വല്ല മാർഗം ഉണ്ടായിരുന്നു ഞാൻ കൂടുതൽ പെട്ടികൾ വാങ്ങിച്ചു. പക്ഷേ പെട്ടി ഇവിടെ വെക്കാൻ സ്ഥലമില്ലാതെ ഈ വീട്ടിൽ അതുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇനി പെട്ടി വാങ്ങിക്കല്ലേ എന്ന് പറയും. അതുകൊണ്ട് വാങ്ങിയില്ല. ഞങ്ങൾ ആ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ, മുഴുവൻ ആളുകളും ഈ പെട്ടിയും വലിച്ചുകൊണ്ട് വരുന്നതാണ് കാഴ്ച. പെട്ടികളും വലിച്ചുകൊണ്ട് അവിടെ കാണാൻ വരുന്നവർ മുഴുവൻ എല്ലാവരും വാങ്ങുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഏറ്റവും നല്ല പെട്ടികൾ വാങ്ങാൻ പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് ചൈനയിലെ AP മാർക്കറ്റാണ്. അത് വളരെ നല്ല പെട്ടികൾ കിട്ടും. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വഴി തെറ്റിപ്പോകാതെ നോക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു അടയാളം നോക്കി വെച്ചുകൊണ്ട് വേണം അതിനകത്തേക്ക് കയറാൻ.